ആ മനുഷ്യ കുട്ടിയോടാ വരുന്നു. എവിടെ എടി ഓളെ കഴുത്തിലും കയ്യിലും നോക്ക്, വലിയൊരു സവാളയുടെ മാല്, സവാളയുടെ വളയും. ആ ശരിയാണ് മനുഷ്യ. വിജയ് ഓരന്റെ സ്വീകരിക്ക് വേഗം. ആ മനുഷ്യ. അസ്സലാമലൈക്കും ഉമ്മ. അസ്സലാമലൈക്കും ഉമ്മ. ആ വലൈക്കും അസ്സലാം. ഇന്റെ കുട്ടിയോട് വന്ന കാലിൽ നിൽക്കാതെ പോയി ഉള്ളിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോളി, നല്ല ക്ഷീണം ഉണ്ടാവും. എടി ആമിന, ഇജി ഒരു കാര്യം ചെയ്. ഇജി ഓളോട് അന്റെ ആ നേക്കില് ഓളോട് ആ സവാള വളയും സവാളമാല ഇങ്ങോട്ട് വാങ്ങിക്കോ. ഞാനേ ഒരു നേക്കില് ഓളോട് ആ ഉള്ളിയുടെ വളം ചോദിച്ചു നോക്കാം. എന്നിട്ട് ഇന്ന് രാത്രി നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കിയിട്ട് പള്ള നിറച്ച് ചോറില്ല. ഇന്ന് രാത്രി നമുക്ക് സവാളക്കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് പൊടി കഴിക്കണം. അല്ലടി പെണ്ണേ, എന്താ ഇങ്ങനെ മടിച്ചു നിക്കണ്? ആയിക്ക, ഞാൻ ഇവിടെ ഇരുന്നോണ്ട്. ഇജി ഒരു കാര്യം ചെയ്, നല്ലൊന്ന് കുളിച്ചു വാ. അപ്പോഴേക്കും ഞാനും ഒന്ന് കുളിച്ചു വരാം. ആ മോളെ, സോറി നിങ്ങക്ക് ഡിസ്റ്റർബൻസ് ആയോ? ആ ഇമ്മേ, മോളെ ഇപ്പത്തെ സാഹചര്യത്തിന് ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയില്ല. മോൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കാം. ഇല്ലമ്മ, ഇക്ക് വിഷമാവൂല. ഇങ്ങക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാലോ. എന്താണ് പറയുക മോളെ? ഇമ്മ ചോദിക്കണോണ്ട് ഒന്നും വിചാരിക്കരുത്. എന്റെ ആ കയ്യമ്മലുള്ള ഉള്ളിവളയും കഴുത്തിലുള്ള ഉള്ളിമലയും ഒന്ന് തരുമോ? കൊറേ ദിവസമായി ഉള്ളിക്ക് വില കൂടിയ കാരണം ഇപ്പാക്ക് പണിയൊന്നും ഇല്ലാത്തതല്ലേ. അപ്പൊ കൊറേ ദിവസമായി ഉള്ളിക്കറി കൂട്ടിയിട്ട് ഇജി ആവുന്നുണ്ട്, അയച്ചു തരുമോ? അല്ലോ, ഇത് മാത്രം ചോദിക്കരുത്. ഇന്റെ ഇപ്പച്ചിക്ക് അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇത് മാത്രം എന്നോട് ചോദിക്കരുത്. ഇക്കൊരു 2 മാസമെങ്കിലും ഇത് ഇടാനുള്ളതാ. എന്റെ പൊന്നാര മോളെ, അത്ര കാലൊന്നും ഈ നടക്കാൻ പറ്റൂല. അത് ചെയ്യൂലേ? അത് സാരല്ലേ അമ്മ, ഞാനിത് ഫ്രിഡ്ജിന് വെച്ചോണ്ട് പൂതി തീർന്നിട്ടില്ല അത് ഇട്ടിട്ട്. ആയിക്കോട്ടെ മോളെ, മോളെ ഇഷ്ടം പോലെ ചെയ്തോ. ഇമ്മ ചോദിച്ചതുകൊണ്ട് ഒന്നും കരുതരുത് കേട്ടോ. ഇന്ന് നിങ്ങൾ രണ്ടാളും കൂടിയേ കുളിച്ചും കൊണ്ട് കിടന്നോളി, നല്ല ക്ഷീണം ഉണ്ടാവും. നമ്മ പോവാണ്. അല്ലേക്കാ, തോർത്തും സോപ്പൊക്കെ എവിടെ? സോപ്പും തോർത്തുവേ അതാ അവളെ ആങ്കറിലുണ്ട്. പിന്നെ നല്ല ചന്ദ്രിക സോപ്പ് ഉണ്ട്, നല്ല തേച്ച് വരച്ച് കുളിച്ച് വേഗം വാ. ആയിക്ക, ഞാനേ ഇതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടേ ഞാൻ നല്ലൊന്നായിട്ട് കുളിച്ചിട്ട് വരാം.